പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂൺ 22 തിങ്കളാഴ്ച. 1 ശമൂവേൽ 18 അധ്യായം 30 വാക്യം. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിൻ്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവൻ്റെ പേർ വിസ്തൃതമായി തീർന്നു. മനുഷ്യർ വിജയത്തെ അളക്കുന്നത് സ്ഥാനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രശസ്തി കൊണ്ടുമായിരിക്കാം. എന്നാൽ ദൈവം വിജയത്തെ അളക്കുന്നത് വിശ്വസ്തത കൊണ്ടും ജ്ഞാനത്തോടെയുള്ള ജീവിതം കൊണ്ടും അവിടുത്തെ ഹിതത്തിനനുസരിച്ചുള്ള നടപ്പുകൊണ്ടുമാണ്. ഇന്നത്തെ ധ്യാനവചനമായ 1 ശമൂവേൽ 18 അധ്യായത്തിന് 30 വാക്യത്തിൽ നാം കാണുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയ ഒരു വലിയ സത്യമാണ്. അവൻ ഉയർന്നത് തൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവം നൽകിയ ജ്ഞാനവും കൊണ്ടാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് ഒരു രാജകുമാരനല്ലായിരുന്നു. അവൻ കൊട്ടാരത്തിൽ വളർന്നവനുമല്ലായിരുന്നു. ബേത്ലഹേമിലെ പുൽമേടുകളിൽ ആടുകളെ മേയിച്ചിരുന്ന ഒരു സാധാരണ ഇടയബാലൻ. എന്നാൽ ദൈവസന്നിധിയിൽ ചെലവഴിച്ച നിമിഷങ്ങൾ അവനെ അസാധാരണമാക്കി. ഒറ്റപ്പെട്ട വയലുകളിൽ വീണ വായിച്ച ആ യുവാവിൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്നതിനാൽ ജനക്കൂട്ടത്തിനിടയിലും അവൻ വേറിട്ടു നിന്നു. ഈ വചനം പറയുന്നത് ദാവീദ് അധികം ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നാണ്. അത് ലോക ജ്ഞാനത്തെക്കുറിച്ചല്ല, ദൈവഭയത്തിൽ നിന്ന് ജനിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതെ ഇരിക്കണം, എപ്പോൾ മുന്നോട്ട് പോകണം, എപ്പോൾ കാത്തിരിക്കണം എന്ന തിരിച്ചറിവ് ലഭിക്കും. ശൗൽ ദാവീദിനെ അസൂയയോടെ നോക്കി. പലരും അവനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു. അപകടങ്ങളും വെല്ലുവിളികളും അവൻ്റെ വഴിയിൽ നിറഞ്ഞു. എങ്കിലും അവൻ പ്രതികാരത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. കാരണം ദാവീദിന് അറിയാമായിരുന്നു, ദൈവം ഉയർത്തുന്നവനെ മനുഷ്യന് താഴ്ത്താനാവില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മെ തെറ്റിദ്ധരിക്കുന്നവരും അവഗണിക്കുന്നവരും ഉണ്ടാകാം. നമ്മുടെ നന്മയ്ക്ക് പകരം വിമർശനങ്ങൾ ലഭിക്കാം. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: മനുഷ്യരുടെ അംഗീകാരത്തിനായി ഓടേണ്ടതില്ല, ദൈവത്തിൻ്റെ പ്രസാദത്തിനായി ജീവിച്ചാൽ മതി. ദൈവം സമയമാകുമ്പോൾ നമ്മെ ഉയർത്തും. അവൻ്റെ പേര് അത്യന്തം പ്രസിദ്ധമായി എന്ന് വചനം പറയുന്നു. ദാവീദ് തൻ്റെ പേര് പ്രസിദ്ധമാക്കാൻ ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധിക്കണം. അവൻ തൻ്റെ കടമ വിശ്വസ്തയോടെ നിർവഹിച്ചു. ദൈവം തന്നെയാണ് അവൻ്റെ പേര് ഉയർത്തിയത്. നമുക്കറിയാം, പൂവിനോട് സുഗന്ധം പരത്താൻ ആരും പഠിപ്പിക്കേണ്ടതില്ല, അത് സ്വാഭാവികമായി സംഭവിക്കും. അതുപോലെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നിശബ്ദമായി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. ഇന്ന് ലോകം നമ്മെ പ്രശസ്തരാകാൻ പഠിപ്പിക്കുന്നു, എന്നാൽ ദൈവം നമ്മെ വിശ്വസ്തരാകാൻ വിളിക്കുന്നു. പ്രശസ്തി മനുഷ്യർ നൽകുന്നതാണ്, വിശ്വസ്തത ദൈവം കാണുന്നതാണ്. മനുഷ്യരുടെ കയ്യടികൾ ഒരു നാൾ അവസാനിക്കും, എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരം നിത്യമാണ്. അതിനാൽ നമുക്കും ദാവീദിനെ പോലെ ദൈവ സാന്നിധ്യത്തിൽ വളരാം. നമ്മുടെ കഴിവുകളെക്കാൾ ദൈവകൃപയിൽ ആശ്രയിക്കാം. സാഹചര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെയും തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ദാവീദിനെ പോലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകജ്ഞാനത്തെക്കാൾ അങ്ങേന്നുള്ളതായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യരുടെ പ്രശംസയല്ല, അങ്ങയുടെ പ്രസാദമാണ് ഞങ്ങൾക്ക് ലക്ഷ്യമാക്കേണ്ടത്. വിശ്വസ്തയോടെ ജീവിക്കുവാൻ, അങ്ങയുടെ സമയത്ത് അങ്ങ് ഉയർത്തുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.